നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ തിരിച്ചുവരുമെന്നും മണലൂരിൽ നഷ്ടപ്പെട്ട പ്രഭാവം വീണ്ടെടുത്ത മികച്ച വിജയം UDF-നുണ്ടാകുമെന്നും AICC സെക്രട്ടറി TN പ്രതാപൻ. UDF മണലൂർ നിയോജക മണ്ഡലം നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട സർക്കാരായി പിണറായി സർക്കാർ മാറി. മുഴുവൻ മതവിശ്വാസികളെയും ദുഃഖിപ്പിക്കുന്ന സംഭവമായി ശബരിമല സ്വർണ്ണക്കൊള്ള മാറിയെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. കേരളത്തെ ഇതേപോലെ മതാന്തതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന, കേരളത്തിൽ അറിഞ്ഞും അറിയാതെയും അതിർവരമ്പുകൾ തീർക്കുന്ന, മനുഷ്യനെ മതില് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന CPM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഏറ്റവും ക്രൂരമായ വിഭജന രാഷ്ട്രീയത്തെ കേരളത്തിലെ മതത്തിനും സമുദായത്തിനും അതീതമായി നിൽക്കുന്ന ആളുകളെല്ലാവരും ഒറ്റക്കെട്ടായി നേരിടുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലെ ഏറ്റവും വലിയ ഗുണഫലം UDF-ന് തന്നെയാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും. ഫെബ്രുവരി 18-ന് VD സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് പാവർട്ടിയിൽ വൻ സ്വീകരണം നൽകുവാൻ നേതൃയോഗം തീരുമാനിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ KK ബാബു അധ്യക്ഷനായി. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ MLA PA മാധവൻ, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, KPCC സെക്രട്ടറിമാരായ CC ശ്രീകുമാർ, സുനിൽ അന്തിക്കാട്, KPCC അംഗം CI സെബാസ്റ്റ്യൻ, UDF നേതാക്കളായ PRN നമ്പീശൻ, മുഹമ്മദ് ഗസാലി, NJ ലിയോ, PK രാജൻ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, VG അശോകൻ, CM നൌഷാദ്, സിജു പാവർട്ടി, CJ സ്റ്റാൻലി, KS ദീപൻ, അഫ്തർ അലി തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻസി ഫ്രാൻസിസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആന്റോ ലിജോ, ഗ്രേസി ജേക്കബ് എന്നിവർ സംസാരിച്ചു.